ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നീറ്റ് പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. പല കുട്ടികൾക്കും നീറ്റ് പരീക്ഷ എഴുതി കഴിയുമ്പോൾ തന്നെ ചില തീരുമാനങ്ങളിലെത്താൻ സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, ഇനി റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ, കിട്ടാൻ സാധ്യതയുണ്ടോ, അതോ പ്രാക്ടീസിങ് ഡോക്ടർ എന്നുള്ള ഈ ഡ്രീം ഒഴിവാക്കി മെഡിക്കൽ ഫീൽഡിലെ തന്നെ മറ്റേതെങ്കിലും ഏരിയകളിലേക്ക് പോകണമോ, മറ്റേതെങ്കിലും പ്രൊഫഷനിലേക്ക് പോകണമോ എന്നുള്ളത്. ഇപ്പം നീറ്റ് പരീക്ഷ കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആൻസർ കീ കിട്ടുന്നു. ആൻസർ കീ ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും ഒരു തീരുമാനത്തിലെത്താൻ കുട്ടികൾക്ക് സാധിക്കും. ഏകദേശം കട്ട് ഓഫിനൊക്കെ താഴെയായി മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ളവർക്ക് ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഒരു വർഷവും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവർക്ക് അവരുദ്ദേശിച്ച ബ്രാഞ്ചുകളിലോ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച മേഖലകളിലോ, ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ തന്നെ മോഡേൺ മെഡിസിൻ വരുന്നുണ്ട്, ആയുർവേദ വരുന്നുണ്ട്, ഹോമിയോ വരുന്നുണ്ട്, ഡെൻ്റൽ മേഖല വരുന്നുണ്ട്. അപ്പോൾ ഏതാണോ അവർ ഉദ്ദേശിച്ചത് അതിലേക്ക് എത്താൻ സാധിക്കുമോ ഇല്ലേ എന്ന കാര്യം അവർക്ക് ഏകദേശം ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കുന്നു. റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമോ ഇല്ലേ എന്നുള്ള കാര്യം. റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമെങ്കിൽ തീർച്ചയായും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. അത് തന്നെയാണ് ആദ്യമായി എടുക്കേണ്ട തീരുമാനം. രണ്ടാമത്തേത്, റിപ്പീറ്റ് ചെയ്തു കഴിഞ്ഞാലും കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല എന്ന തീരുമാനത്തിലെത്താൻ പറ്റുന്ന ഒരു കാറ്റഗറി കുട്ടികളുണ്ടാവും. ധാരാളം കുട്ടികൾ, അവരുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ വലുതാണ്. 21 ലക്ഷം പേർ എഴുതുന്നതിൽ എത്ര പേർക്കാണ് പ്ലേസ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് മനസ്സിലാവും. ധാരാളം പേർ, അതിൽ വളരെ കുറച്ച് പേര് ചിലപ്പോൾ പാരൻസിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയോ യാതൊരു താല്പര്യവുമില്ലെങ്കിലും ഒന്ന് എഴുതിക്കളയാം എന്ന് വിചാരിച്ചൊക്കെ ചെയ്യുന്നവരായിരിക്കും. എന്നാൽ വലിയൊരു ശതമാനം പേർ യഥാർത്ഥത്തിൽ മെഡിക്കൽ ഫീൽഡിൽ ഒരു പ്രൊഫഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൽ തന്നെ വലിയൊരു ശതമാനം പേർ അതിനുവേണ്ടി കോച്ചിങ്ങിന് പോയിട്ടുണ്ടാവും. ചിലർ ഫൗണ്ടേഷൻ കോഴ്സിന് 9th മുതൽ പോയിട്ടുണ്ടാവും, 10th പോയിട്ടുണ്ടാവും, അതിനുശേഷം ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ചിലരാകട്ടെ റിപ്പീറ്റ് ചെയ്തിട്ടും കിട്ടാത്തവരുമുണ്ടാവും. ഇത്രയും ഇനങ്ങളിൽ കുട്ടികൾക്ക് തന്നെ ഒരു പരിധിവരെ അവരുടേതായൊരു തീരുമാനത്തിൽ എത്താൻ സാധിക്കും. ഇനി ഓരോ തീരുമാനമനുസരിച്ച് ഏതെല്ലാം മേഖലകളിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കും എന്ന കാര്യമാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഈ വീഡിയോയിൽ ഒരുപക്ഷെ പൂർണ്ണമായും അത് വിശദീകരിക്കാൻ സാധിക്കണമെന്നില്ല. തീർച്ചയായും ഇതിനെ തുടർന്ന് വരുന്ന ഒരു വീഡിയോയിൽ അതിൻ്റെ മറ്റു വിശദാംശങ്ങളുണ്ടാവും. ആദ്യമായിട്ട് കണ്ടെത്തേണ്ടത് റിപ്പീറ്റ് ചെയ്താൽ കിട്ടുമോ ഇല്ലേ എന്ന കാര്യമാണ്. ആ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഒരു വർഷവും കൂടി റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നാം സാധാരണഗതിയിൽ പോകുന്നത് പ്രാക്ടീസിങ് ഡോക്ടർ എന്നുള്ള നിലക്കാണ്. നീറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പ്രാക്ടീസിങ് ഡോക്ടർ MBBS MD എടുക്കുക എന്നുള്ളതാണ്. അത് സാധിക്കില്ല എന്ന് ബോധ്യമായിട്ടുള്ളവർ ഇതിൽ ഒരു വിഭാഗം കുട്ടികളുണ്ടാവും. അവർ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം തന്നെ സൂചിപ്പിക്കാം. അവർക്ക് വേണമെങ്കിൽ മെഡിക്കൽ ഫീൽഡിലെ തന്നെ മറ്റു പ്രൊഫഷൻസിലേക്ക് പോകാവുന്നതാണ്. മറ്റു പ്രൊഫഷൻസ് എന്ന് പറയുമ്പോൾ അത് ധാരാളമുണ്ട്. ഫോർ എക്സാമ്പിൾ, വൈറോളജി, ഇമ്മ്യൂണോളജി, എപ്പിഡമോളജി, ക്ലിനിക്കൽ എംബ്രിയോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ബയോടെക്നോളജി, ക്യാൻസർ റിസർച്ച്, ക്ലിനിക്കൽ റിസർച്ച്, ന്യൂക്ലിയർ മെഡിസിൻ, ഇങ്ങനെ വലിയ ഒരു നിര തന്നെ മെഡിക്കൽ ഫീൽഡിൽ മറ്റു പ്രൊഫഷൻസ് ആയിട്ടുണ്ട്. നമുക്ക് പൊതുവെ പരിചയമുള്ളത് MBBS MD ഡോക്ടർമാരെയാണ്, പ്രാക്ടീസിങ് ഡോക്ടർമാരെയാണ്. കാരണം അവരാണ് നാട്ടിൽ ഏറ്റവും കൂടുതലുള്ളത്. അവരുമായിട്ടാണ് എപ്പോഴും നമ്മൾ പരിചയപ്പെടുന്നത്. പക്ഷേ ഒരു വൈറോളജിസ്റ്റിനെയോ ഒരു ഇമ്മ്യൂണോളജിസ്റ്റിനെയോ ഒരു പക്ഷേ ഈ കുട്ടികളോ ഈവൻ മുതിർന്നവർ പോലും ഒരു പക്ഷേ നേരിട്ട് കണ്ട് പരിചയപ്പെട്ടിരിക്കണമെന്നില്ല. അപ്പോൾ ആദ്യമായി കണ്ടെത്തേണ്ടത്, റിപ്പീറ്റ് ചെയ്താൽ കിട്ടാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യുക. റിപ്പീറ്റ് ചെയ്താലും കിട്ടാൻ സാധ്യതയില്ല, അത്രയും താഴെയാണ്. എന്നാൽ മെഡിക്കൽ ഫീൽഡിൽ ഒരു പ്രൊഫഷനിലേക്ക് അവർക്ക് പോകാൻ വളരെ അതിയായ ആഗ്രഹമുണ്ട്. പ്രാക്ടീസിങ് ഡോക്ടർ അല്ലെങ്കിൽ പോലും മെഡിക്കൽ ഫീൽഡിൽ ഒരു പ്രൊഫഷൻ കിട്ടിയാൽ വളരെ നന്നായിരുന്നു. അങ്ങനെയുള്ള ഡ്രീം ഉള്ളവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് MBBS MD എന്ന പ്രാക്ടീസിങ് ഡോക്ടർ എന്നുള്ള നിലക്ക് ഉള്ള കോഴ്സിന്, അതായത് നീറ്റിൽ അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും തീർച്ചയായും ഈ വഴികളിലേക്ക് എങ്ങനെ പോകാം എന്ന കാര്യം അന്വേഷിക്കാവുന്നതാണ്. അവർ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്, അവർക്ക് സാധാരണ നീറ്റ് എഴുതുന്നത് അത്ര ഇൻറ്റൻസീവായി ബുദ്ധിമുട്ടി ഉറക്കമുളച്ചൊന്നും പഠിക്കേണ്ട കാര്യം ഇതിന് വരുന്നില്ല. നീറ്റ് എന്ന് പറയുമ്പോൾ 21 ലക്ഷം പേരുമായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. എന്നാൽ മറ്റേത് ഫീൽഡിലേക്ക് പോയാലും നമുക്കറിയാം ഇത്ര ലക്ഷക്കണക്കിന് പേരായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചില്ലെങ്കിലും അത്യാവശ്യം പഠിക്കുന്ന, ബയോളജിയിൽ നല്ല പാഷനുള്ള, അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡിൽ ഒരു ഡ്രീമുള്ള
ഈവൻ പ്രാക്ടീസിങ് ഡോക്ടറാകാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ ആ മേഖലയിലെ മെഡിക്കൽ ഫീൽഡിലെ മറ്റു പ്രൊഫഷൻസിൽ എക്സലൻ്റ് ആകണം, നല്ല പ്ലേസ്മെൻ്റ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഓൾട്ടർനേറ്റീവായ മറ്റു വഴികൾ അന്വേഷിക്കാവുന്നതാണ്. അതാണ് ഇതിലുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്. ഈ പാരാമെഡിക്കൽ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ സാധാരണ പെട്ടെന്ന് മനസ്സിലേക്ക് വരിക BSc നഴ്സിംഗ് ആണ്. BSc നഴ്സിംഗ് വളരെ പോപ്പുലറായ ഒരു കോഴ്സാണ്. അതുപോലെ ഫിസിയോതെറാപ്പി ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. എന്നാൽ അത്തരം ചില കോഴ്സുകൾ മാറ്റി നിർത്തിയാൽ പാരാമെഡിക്കൽ മേഖലയിൽ വരുന്ന മിക്കവാറും കോഴ്സുകളെല്ലാം മെഡിക്കൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ കുട്ടികൾക്ക് തീരുമാനിക്കാം, ഫിസിക്സിൽ അല്പം കൂടി താല്പര്യമുണ്ട്, ബയോളജിയിലുള്ളതുപോലെ ഫിസിക്സിലും കൂടി താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും പാരാമെഡിക്കൽ മേഖലയിലേക്ക് അവർ പോവുകയാണെങ്കിൽ അവർക്ക് എക്സലൻ്റ് ആകാൻ കഴിയും. മാത്രമല്ല, പാരാമെഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി കഴിഞ്ഞ് ഒരു BSc കഴിഞ്ഞ് എന്തെങ്കിലും ഒരു ജോലിയിലേക്ക് കടക്കുക എന്നത് മാത്രമല്ല പാരാമെഡിക്കൽ ഫീൽഡിലുള്ളത്. പാരാമെഡിക്കൽ ഫീൽഡിൽ പല കാറ്റഗറിയിലുള്ള കോഴ്സുകളുണ്ട്. 6 months 1 year വരുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, 1 year 1.5 year വരുന്ന, അല്ലെങ്കിൽ 2 year വരെ വരാവുന്ന UG ഡിപ്ലോമ കോഴ്സുകൾ, +2 കഴിഞ്ഞാൽ ചെയ്യാവുന്ന 2 വർഷത്തെ UG ഡിപ്ലോമ കോഴ്സുകൾ. അത് കഴിഞ്ഞാണ് ഡിഗ്രി കോഴ്സുകൾ വരുന്നത്. ഇപ്പോൾ BSc നഴ്സിംഗ് പോലെ തന്നെ BSc ഓഡിയോളജി, ലാബ് ടെക്നോളജി, അതുപോലെ ന്യൂറോ ടെക്നോളജി, ഇമേജിംഗ് ടെക്നോളജി തുടങ്ങി കുറേ കോഴ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡിഗ്രി എടുക്കുകയും PG എടുക്കുകയും വേണമെങ്കിൽ PhD വരെ പോകാം. PhD വരെ പോയാൽ അവർ മെഡിക്കൽ കോളേജിൽ തന്നെ അല്ലെങ്കിൽ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ തന്നെ നല്ല പോസ്റ്റുകളിലേക്ക് അവർക്ക് പ്ലേസ്മെന്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. PhD വരെ പോകണമെന്ന് മാത്രം. അപ്പോൾ ഈ രൂപത്തിൽ ഈവൻ നീറ്റ് വഴി MBBS MD എന്ന നിലക്കുള്ള പ്രാക്ടീസിംഗ് ഡോക്ടറാകാൻ സാധിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. മറ്റു ഓൾട്ടർനേറ്റീവായി മെഡിക്കൽ ഫീൽഡിൽ തന്നെ വളരെ ഉയരങ്ങളിൽ എത്താനുള്ള ധാരാളം വഴികളുണ്ട്. ഇനി ഇത് ഡയറക്റ്റ് മെഡിക്കൽ ഫീൽഡിൽ തന്നെ എത്താവുന്ന വേറെയും വഴികളുണ്ട്. ഇതിപ്പോൾ ഡയറക്റ്റായി മെഡിക്കൽ ഫീൽഡുമായി തന്നെ ബന്ധപ്പെട്ട ചില കോഴ്സുകളാണ് പറഞ്ഞത്. ഇങ്ങനെ ഡയറക്റ്റ് ബന്ധമില്ലെങ്കിൽ പോലും ചില ഏരിയകളിൽ, പ്രത്യേകിച്ചും ലൈഫ് സയൻസ്, മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ബയോളജി മാത്രം വരുന്ന ഒന്നല്ല, ഫിസിയോളജി മാത്രം വരുന്ന ഒന്നല്ല, അല്ലെങ്കിൽ അനാട്ടമി മാത്രം വരുന്ന ഒന്നല്ല. അത് സെല്ലുകളെ പറ്റിയുള്ള വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള റിസർച്ച്, അതുപോലെ ക്യാൻസർ സെല്ലുകളെ പറ്റിയുള്ള റിസർച്ച്, അതുപോലെ തന്നെ ന്യൂക്ലിയർ ലെവലിലുള്ള ഇപ്പോൾ ജനറ്റിക് ആയിട്ട് അസുഖങ്ങൾ പാരമ്പര്യമായിട്ട് എങ്ങനെ ഉണ്ടായി വരുന്നു, അത് ജനറ്റിക്സുമായി ബന്ധപ്പെട്ടതാണ്. അതിന് ഡയറക്റ്റായി സാധാരണ മെഡിക്കൽ സബ്ജക്റ്റുകളുമായി ഉള്ളതിനപ്പുറമുള്ള ചില ബന്ധങ്ങളുണ്ട്. ജനറ്റിക്സിൽ തന്നെ എപ്പിജനറ്റിക്സ് എന്ന് പറയുന്ന പുതിയ ശാഖ വന്നിരിക്കുന്നു. അപ്പോൾ ഇത്തരം മേഖലകളിലെല്ലാം ഡിഗ്രി, PG, PhD ചെയ്തുകൊണ്ട് മെഡിക്കൽ ഫീൽഡിലെ തന്നെ നല്ലൊരു പ്രൊഫഷണലാകാൻ കുട്ടികൾക്ക് സാധിക്കും. അതുകൊണ്ട് നീറ്റ് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. എനിക്കിനി ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ കിട്ടാൻ സാധ്യതയുണ്ട്, മറ്റൊന്ന് റിപ്പീറ്റ് ചെയ്താലും കിട്ടാൻ സാധ്യതയില്ല. എന്നാൽ മെഡിക്കൽ ഫീൽഡിൽ നല്ലൊരു പ്രൊഫഷണലാകണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ മേഖലകളിലൂടെ ആ ഫീൽഡിൽ ഏറ്റവും നല്ലൊരു പ്രൊഫഷണലായി മാറാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ, കൂടുതൽ കൺസൾട്ടേഷൻ ആവശ്യമാണെങ്കിൽ, അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് കോഴ്സുകളെ പറ്റിയുള്ള വിവരങ്ങൾ, എങ്ങനെയാണ് ഇതിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, കാരണം സാധാരണ ഒരു ഡിഗ്രി കഴിഞ്ഞ് പോകുന്നത് പോലെയല്ല, ഡിഗ്രി, PG, PhD വരെയും പോകുമ്പോഴാണ് ഇത്തരം മേഖലകളിൽ ഏറ്റവും നന്നായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ചിലപ്പോൾ സെമിനാറുകളിൽ പങ്കെടുക്കേണ്ടി വരും, സെമിനാർ പേപ്പറുകൾ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും, അത് റിസർച്ച് പേപ്പേഴ്സാക്കി മാറ്റേണ്ടി വരും, അത് ഇന്ത്യയിലോ വിദേശത്തോ ഉള്ള പ്രൊമിനൻ്റായ മെഡിക്കൽ ജേണലുകളിൽ പബ്ലിഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് മാർഗത്തിലൂടെ, വ്യത്യസ്തമായൊരു മാർഗത്തിലൂടെ മെഡിക്കൽ ഫീൽഡിലെ തന്നെ ഏറ്റവും എക്സലൻ്റായ പ്രൊഫഷണൽസായി മാറാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ സപ്പോർട്ട് ആവശ്യമുള്ളവർക്ക് തീർച്ചയായും ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണെങ്കിൽ അക്കാര്യം കമൻറ്റ് ബോക്സിൽ വന്ന് സൂചിപ്പിക്കാവുന്നതാണ്. താങ്ക് യു.